എന്റെ കഥാപ്രസംഗ കലാപരിപാടിയിലേക്ക് ഏവർക്കും സ്നേഹ സ്വാഗതം. മഴയിൽ ഒരു ജുമൈല എന്ന കഥയുടെ കഥാപ്രസംഗാവിഷ്കാരം. കഥ ജുമൈല. മറവിതൻ മാറിടത്തിൽ മയങ്ങുന്നൊരായിരം നിലവിളിപ്പാട്ടുമായി പെരുമഴക്കാലം നനഞ്ഞു നിൽക്കുന്ന സന്ധ്യേ നിറയുമീ മനസ്സിലടക്കി വെച്ച നൂറ് നോവുകൾ പിടഞ്ഞോടിയെത്തുന്ന കണ്ണീര് മഴക്കാലം. മഴയാർ അതാ മഴത്തുള്ളികളെ കീറി മുറിച്ചുകൊണ്ട് ഒരു കൊച്ചു പെണ്ണ് ഇങ്ങോട്ടമില്ലാതെ ഓടുന്നു. കാറ്റിന്റെ ചൂളവിളികളോ ചീവീടുകളുടെ രാപ്പാട്ടും അവൾ അറിയുന്നതേ. ആ പെരുമഴയിലാകെ നനഞ്ഞു കുളിച്ച് നിതുമ്പി കരഞ്ഞുകൊണ്ട് ആ കൊച്ചു പെണ്ണോടുകയാണ്. നൊമ്പരങ്ങൾ നെയ്യുറുമ്പുകളായ ആ കാലരാത്രിയിൽ ഇരുട്ടു പുതച്ച വഴികളിലൂടെ അവൾ ഭയന്നോടുകയാണ്. എങ്ങോട്ടുമില്ലാതെ ഓടിക്കിതച്ചും തടഞ്ഞും വീഴാതിരിക്കാൻ പാവാടത്തുമ്പ് കൈകൊണ്ട് പൊക്കി പിടിച്ചു ഇടയ്ക്കിടെ ഭയത്തോടെ തിരിഞ്ഞു നോക്കിയും ജുമൈല ഓടുകയാണ്. വഴിയിൽ ഒരു മനുഷ്യ ജീവി പോലും. നാട്ടുവഴി കടന്ന് റോട്ടിലേക്ക് കയറി അവളൊന്ന് ദീർഘമായി നിശ്വസിച്ചു. മഴത്തുള്ളികൾ വീണി ചിതറുന്ന കമ്പിത്തൂൺ വിളക്കിനപ്പുറം ഇരുട്ടിൽ തെളിയുന്ന രക്ഷകന്റെ വെളിച്ചത്തിനായി അവൾ പ്രാർത്ഥിച്ചു. അവൾ ദൂരേക്ക് നോക്കി. വഴിവിളക്കുകൾ മഴയിലൂടെ ഒഴുകിയെത്തി. തിങ്ങി വന്ന വെപ്രാളത്തിൽ അവൾ നടുനിരത്തിലേക്ക് എടുത്തു ചാടി. ഇരുകൈയും ഉയർത്തി നിലവിളിച്ചു, രക്ഷിക്കണേ, എന്നെ രക്ഷിക്കണേ. ചീറിപ്പാഞ്ഞു വന്ന കാർ വേഗത കുറച്ച് ഇടതുവശത്തേക്ക് വെട്ടിച്ച് മുന്നോട്ട് നീങ്ങി. അതൊരു പൊട്ടിക്കരച്ചിലായിരുന്നു. അവൾ തലയിൽ കൈവച്ച് റോഡിൽ കുനിഞ്ഞിരുന്ന് തേങ്ങി കരഞ്ഞു. മഴ സംഹാരഭാവത്തിൽ താണ്ഡവമാടുകയാണ്. പെട്ടെന്ന് ഏതോ വീണ്ടും വിചാരം പോലെ പോയ കാർ പിറകോട്ടേക്ക് പാഞ്ഞു വന്നു. പുറകിലെ ഡോർ തുറന്നയാൾ പറഞ്ഞു, വാ വേഗം. ഒരു നിമിഷം തരിച്ചു നിന്ന ജുമൈല താഴെ പാടവരമ്പിലൂടെ അരിച്ചെത്തുന്ന ടോർച്ച് വിളക്കുകൾ കണ്ടതും കാറിലേക്ക് കയറിയത് ഒന്നിച്ചായിരുന്നു. കാർ മുന്നോട്ടേക്ക് നീങ്ങി. അകത്തെ ആ മങ്ങിയ വെളിച്ചത്തിൽ അവൾ അയാളെ കണ്ടു. വലിയ വട്ട കന്നട വെച്ച കട്ടി വീശിയുള്ളൊരു മധ്യവയസ്കൻ. ഒറ്റയ്ക്ക് തിരിയടിച്ചു വരുന്ന മധ്യഗന്ധം. ഒറ്റ നോട്ടത്തില് ആള് ശരിയല്ല. ഇടയ്ക്കിടെ തുറിച്ചു നോക്കുന്നു. അവൾക്ക് പേടി കൂടി. പെട്ടെന്ന് അയാൾ കാറിനകത്തെ ലൈറ്റിട്ടു. ആകെ വിറച്ച് പൂച്ചക്കുട്ടിയെ പോലെ പതുങ്ങിയിരിക്കുന്ന അവളെ അയാൾ നോക്കിക്കാണുകയാണ്. ഏതോ ഭയമുണ്ടലാകെ പൊതിഞ്ഞപ്പോൾ പ്രതിരോധത്തിനെന്ന വണ്ണം ഇരു കൈയും മാറിൽ പിടിച്ചവൾ ഭീതിയോടെ നോക്കി. എന്തേ പേടിച്ചു പോയി? എന്താ പേര്? ജുമൈല. ഓ
നല്ല പേര്. ഞാൻ ശിവദാസൻ. ക്ലബിൽ പാർട്ടി ഉണ്ടായിരുന്നു. 2 ലാർജ് കഴിച്ചു. അതാ ഇത്ര വൈകിയത്. അയാൾ കുലുങ്ങി ചിരിച്ചുകൊണ്ട് കൂട്ടിച്ചേർന്നു. അത് നിന്റെ ഭാഗ്യായി. 2 എണ്ണം BC-യിലായിരുന്നെങ്കിൽ ഞാൻ കാർ നിർത്താതെ അങ്ങ് പോയേനെ. അടുത്ത ജംഗ്ഷനിലെത്തിയതും അയാൾ ചോദിച്ചു, എവിടെയാണ് ജുമൈലക്ക് ഇറങ്ങേണ്ടത്? മറുപടിയില്ല. ചില്ലു ഗ്ലാസിനപ്പുറം വഴി കാണാത്ത വിധം മഴ കോരിച്ചൊരി. എന്താ ഇറങ്ങുന്നില്ലേ? അവൾ പൊട്ടിക്കരയാൻ തുടങ്ങി. അയാൾ കാർ നിർത്തി. പിന്നെ പൂവ് പോലെ മൃദുലമായ ചുമലിൽ ഞെട്ടിപ്പിടഞ്ഞ മുഖമുയർത്തി അവൾ കൈ കൂപ്പി കരഞ്ഞപേക്ഷിച്ചു, അരുതരുതേ എന്നെ പിടയുമാ പേടമാൻ മിഴി നിറയെ പേടി ഒലിച്ചിറങ്ങി. പടച്ചവൻ പോലും പടിയടച്ചു പോകാനിടമില്ലെനിക്കും ജന്മം ദുരിതപൂർണം. നീ ആരെയാണ് ഭയക്കുന്നത്? എവിടെയാണ് നിന്റെ വീട്? അവൾ ഒരു നിമിഷം സംശയിച്ചു. ഈ മനുഷ്യനോട് എല്ലാം തുറന്നു പറയണോ? നിനക്ക് സ്വന്തക്കാരാരുമില്ലേ? ഉണ്ട് സർ. അവൾ സ്വന്തം കഥ പറയാൻ തുടങ്ങി. കാസർഗോഡിനടുത്ത് ബദരൻപള്ളി ഗ്രാമത്തിൽ പട്ടിണിക്കാരായ ഒസാനയുടെയും ആമിനയുടെയും 4 മക്കളിൽ മൂത്തവളാണ് ജുമൈല. അന്ന് 8ാം ക്ലാസ് ജയിച്ച സന്തോഷത്തോടെ പുരയിലേക്ക് പാഞ്ഞെത്തിയപ്പോൾ മുറ്റത്തൊരു കാർ, അരികെ തടിച്ചു വെളുത്തൊരു കന്നടക്കാരൻ. ഉമ്മ അയാളെ പരിചയപ്പെടുത്തി. വലിയ താജുദ്ദീന് ഒരിക്കും മക്കളില്ല. വീട്ടർക്കാണ് എപ്പോഴും സൂക്കേടാ. സഹായത്തിന് അന്നെ അങ്ങോട്ട് അയക്കാന്ന് 5 പാപ്പ വാക്ക് കൊടുത്തു. ഇല്ലുമ്മ, ഞാൻ പോവില്ല, എനിക്ക് ഇനി പഠിക്കണം. പറയുന്നത് കേക്കുമോളെ. എന്നെ പൊന്നു പോലെ നോക്കും. ആടെ അടുക്കളയിൽ ഇത്തിരി അങ്ങോട്ട് സഹായിച്ചാ മതി. ആടെ നിന്നെ സ്കൂളിൽ ചേർത്ത് പഠിപ്പിക്കുകയും ചെയ്യും. ഇല്ലേ താജുദ്ദീനെ? താജുദ്ദീൻ കണ്ണടയൂരി ചക്കരയിൽ പൊതിഞ്ഞൊരു ചിരിയോടെ പറഞ്ഞു, ഒന്നോട്ട് പേടിക്കണ്ട മോളെ. ആടെ ഉച്ച തന്നെയല്ലേ സ്കൂളും കോളേജും. എത്ര പേടിക്കല് നമ്മൾ പഠിപ്പിക്കും. പിന്നെ ഇടയ്ക്ക് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരികയും ചെയ്യും. അങ്ങനെ ഞാൻ അയാളുടെ വീട്ടുവേലക്കാരിയായി. എന്നിട്ട് അവര് നിന്നെ സ്കൂളിൽ ചേർന്നില്ലേ? ഇല്ല, എപ്പോഴും പണി തന്നെ. വിരുന്നുകാരൊഴിഞ്ഞ നേരമില്ല. അതൊന്നും അല്ല സങ്കടം. ഞാൻ ഒറ്റയ്ക്കാവുമ്പോ താജുദ്ദീനൊക്കെ വന്ന് എന്നെ ഇടങ്ങാറാക്കും. ഞാൻ ഉറക്കെ നിലവിളിക്കും. ഒരു ദിവസം നബീസ്താത്തയോട് സങ്കടം പറഞ്ഞപ്പോ അവര് പൊട്ടിച്ചിരിച്ചു. സാരില്ല, ഇതൊക്കെ ഒരു തമാശയല്ലേ. പക്ഷെ ഒരു രാത്രിയില് കള്ളിന്റെ മണം മുഖത്തടിച്ച് ഞാൻ കണ്ണുമിഴിച്ചപ്പോ ലഹരി മണം പടരും ഇരുളിൽ മുഖമാകെ തുണിയമരുന്നു. ഒരു നിലവിളി പോലും പൊങ്ങാതൊരു ദുരിതയുഗം നീട്ടി ഞാൻ. ഒരിക്കലല്ല, പലവട്ടം. പിന്നെ ഓരോരുത്തരെ കൂട്ടിക്കൊണ്ടുവന്ന് അയാൾ എന്റെ മുറിയിലാക്കാൻ തുടങ്ങി. ഞാൻ ബഹളം കൂട്ടുമ്പോ നബീസ്ത പറയും, സാരില്ല ജുമൈല, ഇതൊക്കെ മൂപ്പരുടെ ബിസിനസ് നന്നാവാനല്ലേ. അതിന്റെ പോണ ആർക്കും കിട്ടും പെണ്ണേ. മതി, കേട്ടത് മതി. ശിവദാസൻ കാർ ആ വീടിന്റെ മുമ്പിൽ നിർത്തി. പുറകിലെ ഡോർ തുറന്നു പിടിച്ചുകൊണ്ട് അയാൾ പറഞ്ഞു, വാ, ഇറങ്ങി വാ. സർ, ഇവിടെ ആരുമില്ലേ? അത് കേട്ട് കുലുങ്ങി ചിരിച്ചുകൊണ്ട് അയാൾ ആ കവിളിൽ ഒന്ന് നിന്നു. ഉണ്ടല്ലോ, ഞാനും പിന്നെ ഈ സുന്ദരിക്കുട്ടിയും. എന്താ പോരെ? അകത്തേക്ക് വരൂ ജുമൈല. വേണ്ട സർ, ഞാനിങ്ങോട്ടെങ്കിലും പോയിക്കൊള്ളാം. ഈ അർദ്ധരാത്രിയിലോ? നാളെ ശവം എന്ന കൊക്കയിലും കാണും. അവൾ സംശയിച്ച് മുറ്റത്ത് തന്നെ നിന്നു. പുരുഷന്മാരെ ആരെയും അവൾക്കിപ്പോൾ വിശ്വാസമില്ല. പോരാത്തതിന് ഇയാൾ കുടിച്ചിട്ടുമുണ്ട്. അറച്ചറച്ചു പെയ്യുന്ന മഴയിലൂടെ വന്ന ശീതക്കാറ്റ് അവളുടെ കാതിലെന്തോ രഹസ്യമുണ്ട്. അയാൾ വാതിലടച്ചു കുട്ടിയിട്ടു. ഷർട്ടിന്റെ ബട്ടൺ സൈഡ്സ് ഫോൺ എടുത്ത് ആരോ വിളിക്കുന്നു. അവൾ ഓടിച്ചെന്ന് തടഞ്ഞു. വേണ്ട സാർ, വേറെ ആരെയും വിളിക്കല്ലേ. എന്ത് പറ്റി ജുമൈല? സാറ് വേണമെങ്കിൽ എന്നെ മുദ്രവെച്ചോളൂ. കൂട്ടുകാരെ എല്ലാം വിളിച്ച് വയ്യ, മേല് വേവിച്ചിട്ട് കഴിയുന്നില്ല. അവൾ മുഖം പൊത്തി വാവിട്ട് കരയാൻ തുടങ്ങി. അയാൾ അവളുടെ ചുമലിൽ കൈവച്ച് പറഞ്ഞു, ഇങ്ങനെ പേടിച്ചാലോ ജുമൈല? അയാളുടെ വാക്കുകൾ
അവൾ ശ്രദ്ധിച്ചതേയില്ല. കാരണം കരങ്ങൾ പെരുമ്പാമ്പായി വരിഞ്ഞു മുറുകുന്ന ദുരിതമൂർത്തവുമെണ്ണിയാ പാവം പെണ്ണാൾ കുളിർക്കാറ്റില് ഒട്ടുയർത്തും വ്യസനിച്ചും പൂക്കൾ തളിർ പൂക്കുല പോറെ വിറച്ചും വ്യസനിച്ചും. ജുമൈല അയാൾ ഒരു തോർത്തും സോപ്പും വെച്ച് നീട്ടി. ഇതാ അതാണ് കുളിമുറി, പോയി കുളിച്ചു വരൂ, മാറാൻ വേറെ ഉടുപ്പ് തരാം. അവളുടെ മുഖത്ത് ചെറിയൊരു തെളിച്ചം. മഴ പതിഞ്ഞ താളത്തിലേക്ക് പിന്മാറി. എന്താ ജുമൈല, കുളിക്കുന്നില്ലേ? അതല്ല സർ, എനിക്ക് വിശന്നിട്ട് വയ്യ, കുടൽ കത്തി കരിയുന്നു. കുളിച്ചു വരുമ്പോഴേക്കും എന്തെങ്കിലും എടുത്തു വെക്കാം. പിന്നെ താമസിച്ചില്ല. അവൾ ഉത്സാഹത്തോടെ ചെളി പുരണ്ട കുപ്പായം ഊരിയിട്ടപ്പോൾ ശിവദാസൻ അത് കണ്ടു. ജുമൈല, ഇതെന്താ നിന്റെ മുതുകത്ത്? ഇതാ ഒരു ദിവസം നിലവിളിച്ചപ്പോ ചട്ടുകം വെച്ച് പൊള്ളിച്ചതാ, ഉണങ്ങി. കുളി കഴിഞ്ഞ് തോർത്തുമുണ്ടും ചുറ്റി മുന്നിൽ നിന്ന ജുമൈലയ്ക്ക് നേരെ അയാൾ ആ പൊതി നീട്ടി. അവൾ അത് വാങ്ങി നിവർത്തി. പിന്നെ ആവശ്യത്തോടെ ആ പുത്തൻ പാവാടയും ബ്ലൗസ് പണിഞ്ഞു. എനിക്ക് നല്ല പാകം. ഏതോ കിനാവിലെന്ന പോലെ പാവാടയുടെ പുറവും പിടിച്ച് അവൾ കുടുങ്ങി ചെയ്തു. മലർമഞ്ചലിലേറി വന്നോ മധുരത്തെ കിനിയും കനവേ നിറയും കൂരിരുളിൽ നിലാമാ നിറപുഞ്ചിരി തൂകും അഴകേ. സാർ, എന്താ കണ്ണു നിറഞ്ഞിരിക്കുന്നത്? എന്തുണ്ടായത്? ഓ സോറി, ഞാൻ അവളെ ഓർത്തുപോയി. എന്റെ പൊന്നു മോളെ, നിന്റെ ഇതേ പ്രായം, അവൾക്ക് പിറന്നാൾ സമ്മാനമായി വാങ്ങിയതേ ഉടുപ്പ്. പക്ഷേ അതണിയാൻ അവൾ നിന്നില്ല. ആരവകടത്തിൽ അവൾ നമ്മെ പോയി. അയാൾ വിതുമ്പി കരഞ്ഞുകൊണ്ട് ഷോക്കേസിലെ വലിയ ഫോട്ടോയിലേക്ക് ചൂണ്ടി. അവിടെ ചന്ദനമാല ചാർത്തിയ ഫോട്ടോയിൽ അമ്മയും കുസൃതി ചിരിയോടെ മകൾ ആദരി. അവൾക്കും കരച്ചിൽ വന്നു. അത്താഴം കഴിക്കുമ്പോൾ ശിവദാസൻ ചോദിച്ചു, പേടിയൊക്കെ മാറിയോ? താജുദ്ദീനൊക്കെ പോലീസിനെ കൂട്ടി വരുമോ എന്തോ. എനിക്ക് ഇന്നലെ രാത്രി ഞാൻ ഒരാളെ അടിച്ചിട്ടു. ഒരു തടിമാട് എഞ്ചിനീയർ രാത്രി എന്നെ കയറി പിടിച്ച് വല്ലാതെ ഉപദ്രവിക്കാൻ തുടങ്ങിയപ്പോ കമ്പിപ്പാരെടുത്ത് ഒച്ചയടി. തലയ്ക്ക് തന്നെ ചോറ് നിറച്ച അയാൾ കമിഴ്ന്നു വീണു. ആ തക്കത്തിനാ ഞാൻ ഇറങ്ങി ഓടിയത്. ഓടിയെത്തിയപ്പോ സാറിന്റെ മുമ്പിലും പെട്ടെന്നാണ് മേശപ്പുറത്തെ വെളുത്ത കരടിക്കുട്ടൻ അവളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ഓടിച്ചെന്നെടുത്ത് നെഞ്ചോട് ചേർത്ത് കഴിഞ്ഞു. പിന്നെ കസേരയിലിരുന്ന് ഉറക്കത്തിലേക്ക് ചാടി. അയാൾ അവളെ പതുക്കെ എടുത്ത് കട്ടിലേക്ക് എടുത്തു. പിന്നെ മറ്റൊരു കട്ടിലിൽ തനിക്ക് കിടക്ക വിളിച്ചു. ഗുഡ് നൈറ്റ് പപ്പ. അയാൾ ഞെട്ടിപ്പോയി. ആ ശബ്ദം എന്റെ ആദ്രമോളുടേതല്ലേ? അയാൾ പതുക്കെ ചെന്ന് ആ കരടിക്കുട്ടനെ എടുത്തു മാറ്റി പുതപ്പ് കഴുത്തറ്റം വരെ പുതപ്പിച്ചു. ഇടയ്ക്കൊന്ന് പകുതി കണ്ണു തുറന്ന് ഒരു കള്ളച്ചിരി തിരിച്ചുവോ ആതിരമോളെ പോലെ ജനലടയ്ക്കുമ്പോൾ ശ്രദ്ധിച്ചു. മഴയ്ക്കപ്പോൾ താരാട്ടുപാട്ടിന്റെ താളമായിരുന്നു. അയാൾ ആ കുഞ്ഞു നെറ്റിയിൽ പതുക്കെ ഒന്ന് ചുംബിച്ചു. നിറഞ്ഞൊഴുകുന്ന കണ്ണുനീർ അവളുടെ മുഖത്ത് വീഴാതിരിക്കാൻ അയാൾ പ്രത്യേകം ശ്രദ്ധിച്ചു. മഴ പിന്നെയും ആ തുകയും എല്ലാം ഒഴുക്കിക്കളയുന്ന മഴ. അയാൾ കണ്ണടച്ചു കിടന്നു. മഴത്തുള്ളികൾക്കപ്പുറം അവൾ ചിരിക്കുന്നു. ആതിരമോൾ ചിരിക്കുന്നു. ആ കണ്ണുകൾ പെയ്തുകൊണ്ടേയിരുന്നു. മഴ നനയും പൂക്കളെ മിഴി നിറയും നിലവുകളെ, മഴ നനയും നോമ്പുകളെ മിഴി നിറയും നിലവുകളെ, ചിരി തൂങ്ങും ഒരു പൂവായി അരികെ വരൂ പൂമകളെ പൂമകളെ പൂമകളെ. പ്രിയരെ, നാരീ ജന്മങ്ങളുടെ ദുരിത കഥകൾ കേട്ടു മരവിച്ച സമൂഹമാണ് നമ്മുടേത്. സ്വന്തം അച്ഛനെ പോലും പെൺകുട്ടികൾ പേടിക്കേണ്ട കാലം. അത്തരം കെട്ടുകഥകൾക്കിടയിൽ രക്ഷയുടെ മതിൽ പണിയാൻ, വാത്സല്യത്തിന്റെ പൊന്നുട് പണിയിക്കാൻ ഈ കഥയിലെ ശിവദാസനെ പോലെ
നൂറ് സുമനസ്സുകൾ ഉണ്ടാവട്ടെ എന്ന പ്രതീക്ഷയോടെ ഞാൻ എന്റെ കഥ ഇവിടെ പൂർണ്ണമാക്കുന്നു. നന്ദി, നമസ്കാരം.